ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി Z Flip 5നെ കുറിച്ചിട്ടാണ്. അപ്പോൾ അധികം സംസാരിക്കാണ്ട് നമുക്ക് റിവ്യൂലേക്ക് പോവാം. അപ്പോൾ ലെറ്റ്സ് സീ സാംസങ് ഗാലക്സി Z Flip 5. ഇത് സാംസങ്ങിൻ്റെ Z Flip 4 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5ലേക്ക് പോകുന്ന നേരം എന്തൊക്കെ ഡിസൈനിൽ മാറ്റങ്ങൾ വന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് നമ്മളെ ടോപ്പിൽ ഡിസ്പ്ലേ വരുന്നത് ചെറിയൊരു പാനലാണ്, ചെറിയൊരു ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിൽ വരുന്നത്. നമ്മൾ വാച്ചിൻ്റെ ഒക്കെ ഡിസ്പ്ലേ പോലെ ചെറിയൊരു ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. പിന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ പുതിയ മോഡൽ അതൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് എല്ലാം കാണുമ്പോൾ ഒരേപോലെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ അധികം എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. അപ്പം ഞാൻ ഓൾറെഡി ടൈം കളയുന്നില്ല. നമുക്ക് ബോക്സിലാകെ വരുന്നത് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ വരുന്നു, പിന്നെ സിം ഇജക്ടർ വരുന്നുണ്ട്, ചാർജർ. പിന്നെ ഐഫോണിൽ ഇപ്പോൾ സാംസങ്ങിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ഓൾമോസ്റ്റ് ഫോണിലൊന്നും ചാർജർ കൊടുക്കുന്നില്ല, കേബിൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വന്നത്, എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. എൻ്റെ കയ്യിലുള്ളത് മിൻറ്റ് കളറാണ് വരുന്നത്. Z Flip 4 ആയിട്ട് കമ്പയർ ചെയ്തത് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അത് നിങ്ങൾ ഓൾറെഡി കണ്ടില്ല. അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ. സാംസങ് ഫോണ് ഫ്ലിപ്പിൽ 4ൽ വരുന്നത് ഈ ഒരു ഗ്യാപ്പ് നന്നായിട്ട് അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ ഗ്യാപ്പ് കറക്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറയാൻ വന്നത്, അതിൽ ചെറിയൊരു ഡിസ്പ്ലേ ആണ് നമ്മൾ കണ്ടത്. ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ വലിയൊരു ഡിസ്പ്ലേ പാനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ കുറിച്ച് മറ്റൊന്ന് പറയുകയാണെങ്കിൽ നമ്മളെ എഞ്ചിനാണല്ലോ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്, ലേറ്റസ്റ്റ് ആയിട്ട്. നമ്മൾ അൾട്രയിലൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ പ്രീവിയസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന നേരം 5ൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 2. ഈ പ്രൊസസ്സർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഗെയിം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്രൊസസ്സറാണ്. അതുമാത്രമല്ല ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 8 Gen 2 ഈസ് ബെസ്റ്റ് പ്രൊസസ്സർ. സോ ലെറ്റ്സ് സീ നെക്സ്റ്റ് വാട്ട് ഈസ് നെക്സ്റ്റ്. ഫ്ലിപ്പ് 4 ആയിട്ട് ഇപ്പം നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എടുത്ത് പറയാനുള്ളത്, ഇതിൽ ഫ്രണ്ടിൽ വലിയൊരു ഡിസ്പ്ലേ പാനൽ, അതാണിപ്പോൾ നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇവിടെ തന്നെ യൂട്യൂബ് പ്ലേ ചെയ്യാം, കലണ്ടർ, വെതർ, നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂട്യൂബ്, മാപ്സ്, മെസ്സേജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ യൂട്യൂബ് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൽ ബാറ്ററി ബാക്കപ്പ് കുറവാണ്. 3700 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാമറ ആണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം 12 MP ക്യാമറ വരുന്നത്. നമുക്ക് വീഡിയോ റെസൊല്യൂഷൻ 4K ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 10 MP ക്യാമറയാണ് വരുന്നത്. ടോട്ടൽ 8 കളറിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നിങ്ങൾ കണ്ടല്ലോ, മിൻറ്റ് കളറാണ്. അങ്ങനെ മിൻറ്റ്, യെല്ലോ, ലാവണ്ടർ, അങ്ങനെ കുറച്ച് കളറുണ്ട്. ഞാൻ ഫുള്ളായിട്ട് നോക്കിയിട്ടില്ല. അപ്പം 8 കളർ വരെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തെടുക്കാം. പിന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് IPX8 ആണ്. പിന്നെ വരുന്നത് വയേർഡ് ചാർജിങ് 25 watts, വയർലെസ് ചാർജിങ് 15 watts വരുന്നത്. പിന്നെ റിവേഴ്സ് ചാർജിങ് 4.5 watts. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫസ്റ്റ് റിവ്യൂ ആണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും എന്തായാലും. അപ്പം ഇനിയും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.